ലിവിംഗ് റൂമിലിരിക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരും, അയ്യോ ബെഡ്റൂമിൽ വെച്ചിരിക്കുന്ന ഹെഡ്സെറ്റ് എടുക്കണമല്ലോ എന്ന്. സോ എണീറ്റ് നടക്കുന്നു, സ്റ്റെയർ കേസ് കയറുന്നു, ബെഡ്റൂമിന്റെ വാതിൽ കടക്കുന്നു. തൊട്ടടുത്ത നിമിഷം നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുന്നു, അയ്യോ എന്തിനാ ഞാൻ ഇവിടം വരെ വന്നത്. നിങ്ങൾക്ക് നല്ല പരിചയമുള്ളൊരു ഫീലിംഗ് ആയിരിക്കും അല്ലേ ഇത് ഒറ്റപ്പെട്ട ഒരു എക്സ്പീരിയൻസ് അല്ല. ഇത് നടക്കുന്നത് നിങ്ങളുടെ മാത്രം തലയിലുള്ള ഒരു കുഴപ്പം കൊണ്ടും അല്ല. ലോകത്തെ മിക്കവാറും എല്ലാ മനുഷ്യരും, അതിപ്പോ 5 വയസ്സുള്ളവരായിക്കോട്ടെ, 20 വയസ്സുള്ളവരായിക്കോട്ടെ, 70 വയസ്സുള്ളവരായിക്കോട്ടെ, ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഇതിന് സൈക്കോളജിയിൽ ഒരു പേരും കൊടുത്തിട്ടുണ്ട്, ദ ഡോർവേ ഇഫക്റ്റ്. (2011) യൂണിവേഴ്സിറ്റി ഓഫ് നോട്ടർഡെയിമിലെ സൈക്കോളജി പ്രൊഫസറായ ഗബ്രിയൽ റഡ്വാൻസ്കിയും അദ്ദേഹത്തിന്റെ ടീമും ഇത് സംബന്ധിച്ച് ഒരു പഠനം നടത്തിയിട്ടുണ്ട്. പഠനത്തിന്റെ ടൈറ്റിൽ വാക്കിംഗ് ത്രൂ ഡോർവേസ് കോസസ് ഫോർഗെറ്റിംഗ്. അതായത് വാതിൽ കടക്കുന്നത് തന്നെയാണ് നമ്മളെ മറക്കാൻ ഇടയാക്കുന്നത് എന്നാണ് അവരുടെ കണ്ടെത്തൽ. അവർ പഠന സമയത്ത് ഒരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ഗെയിം എക്സ്പെരിമെന്റ് ചെയ്തിരുന്നു. ആ എക്സ്പെരിമെന്റിൽ പങ്കെടുത്തവരെ ഒരു വിർച്വൽ എൻവയൺമെന്റിൽ നടത്തിച്ചു നോക്കി. പക്ഷെ വെറുതെ നടന്നാൽ പോരാ, പാർട്ടിസിപ്പൻസ് ഒരു ടേബിളിൽ നിന്ന് ഒരു ഐറ്റം എടുത്ത് നടന്ന് മറ്റൊരു ടേബിളിൽ ചെന്ന് കൊണ്ടുവെക്കണം. ചില ട്രയൽസിൽ അവർ ഒരേ മുറിയിൽ തന്നെ നടന്നു. വേറെ ചില ട്രയൽസിൽ അവർ ഒരു വാതിൽ കടന്ന് മറ്റൊരു മുറിയിലേക്ക് പോയി അവിടുത്തെ ടേബിളിൽ ആ ഐറ്റം കൊണ്ടുവെക്കണം. ഈ 2 കേസിലും ഡിസ്റ്റൻസ് ഒരേപോലെ ആയിരുന്നു. പക്ഷേ റിസൾട്ട് അത് സർപ്രൈസിംഗ് ആയിരുന്നു. ഇത് വെറും ഒരു വീഡിയോ ഗെയിം എക്സ്പെരിമെന്റ് ആയിരുന്നില്ല. ഇതേ ടീം പിന്നീട് ഇത് റിയലായിട്ടുള്ള മുറികളിൽ റിയലായിട്ടുള്ള ആളുകളെ വെച്ചും ടെസ്റ്റ് ചെയ്ത് നോക്കി. അവിടെയും ഫലം ഒന്ന് തന്നെയായിരുന്നു. വാതിൽ കടക്കുന്നവർക്ക് കൂടുതൽ മറവിയുണ്ടായി. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? റഡ്വാൻസ്കിയുടെ എക്സ്പ്ലനേഷൻ ഇതാണ്. നമ്മുടെ ബ്രെയിൻ ഓരോ മുറിയെയും ഓരോ സിറ്റുവേഷനെയും ഓരോ സെപ്പറേറ്റ് ഇവന്റ് ആയിട്ടാണ് കാണുന്നത്. ഇതിനെ ഇവന്റ് മോഡൽ എന്നാണ് വിളിക്കുന്നത്. നമ്മളൊരു വാതിൽ കടക്കുമ്പോൾ ബ്രെയിനിനൊരു സിഗ്നൽ കിട്ടുന്നു, ഈ ചാപ്റ്റർ കഴിഞ്ഞു, പുതിയൊരു ചാപ്റ്റർ തുടങ്ങുന്നു എന്ന്. അതിനാൽ പഴയ മുറിയിൽ ഓർത്തിരുന്ന കാര്യങ്ങൾ നമ്മുടെ ബ്രെയിൻ ഒരു ഫയലിൽ അടച്ചു വെക്കുന്നു. പകരം പുതിയ മുറിയിൽ പുതിയ ഇൻഫോർമേഷന് വേണ്ടി സ്പേസ് ഉണ്ടാക്കുന്നു. ഇതൊരു ബ്രെയിൻ മാൾഫങ്ഷൻ അല്ല എന്നതാണ് രസകരമായ കാര്യം. ഇത് ശരിക്കും ബ്രെയിനിന്റെ ഒരു എഫിഷ്യൻസി ട്രിക്കാണ്. ചിന്തിച്ചു നോക്കൂ, ലിവിംഗ് റൂമിൽ നിങ്ങൾ ചിന്തിച്ച കാര്യങ്ങളിൽ മിക്കതും കിച്ചണിൽ ചെല്ലുമ്പോൾ ആവശ്യമില്ലാത്തതാണ്. പിന്നെ നമ്മുടെ ബ്രെയിൻ എപ്പോഴും ഏറ്റവും റിലവൻ്റ് ആയ ഇൻഫർമേഷൻ മാത്രം ആക്റ്റീവായി വെക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഈ ക്ലീനപ്പ് പ്രോസസ്സിൽ നമുക്ക് വേണ്ടപ്പെട്ട കാര്യം കൂടി ഈ ഫയലിൽ പെട്ടുപോകും. ഇതിനോട് ചേർത്ത് ഒരു കാര്യം കൂടി പറയാം. പലരും വിചാരിക്കും നമ്മൾ തിരിച്ചാ മുറിയിലേക്ക് പോയാൽ ഓർമ്മ വരുമായിരിക്കും എന്ന്. പക്ഷേ റഡ്വാൻസ്കിയുടെ തുടർന്നുള്ള പഠനങ്ങളിൽ കണ്ടെത്തിയത് ഇത് എപ്പോഴും വർക്ക് ചെയ്യണമെന്നില്ല എന്നാണ്. ചിലപ്പോൾ ആ ഫയൽ അപ്പോഴേക്കും അടഞ്ഞു പോയിട്ടുണ്ടാകും. ഇവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആംഗിൾ കൂടിയുണ്ട്. ഈ ഇവന്റ് ബൗണ്ടറി കൺസെപ്റ്റ് വെറും ഫിസിക്കൽ വാതിലുകളിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ഒരു പുതിയ വീട്ടിലേക്ക് മാറുന്നതും ഒരു ജോലി മാറുന്നതും ഒരു റിലേഷൻഷിപ്പ് എൻഡ് ആവുന്നതും എല്ലാം നമ്മുടെ ബ്രെയിനിന് ഒരു വലിയ വാതിൽ പോലെയാണ്. അതുകൊണ്ടാണ് ഒരു വലിയ ട്രാൻസിഷന് ശേഷം പഴയ ജീവിതത്തിലെ പല കാര്യങ്ങളും പെട്ടെന്ന് ഫാർ അവേ ആയി നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒഴിവാക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ചില സിമ്പിൾ ട്രിക്സ് ഉണ്ട്. ഒന്ന്, എണീക്കുന്നതിന് മുന്നേ ആ ലക്ഷ്യം ഒരു തവണ ഉറക്കെ പറയുക. ഞാൻ ചാർജർ എടുക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഞാൻ ഹെഡ്സെറ്റ് എടുക്കാൻ പോവുകയാണ് എന്ന് ഉറക്കെ പറയുക. 2, മുറിയിലെത്തുന്നതിന് മുന്നേ നമ്മുടെ ആവശ്യം എന്താണെന്നോ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്നോ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുക. 3, പേടിക്കേണ്ട. നമ്മൾ വന്ന കാര്യം മറന്നാൽ അത് നമ്മുടെ ബ്രെയിനിന്റെ ഒരു നോർമൽ ഹെൽത്തി പ്രോസസ്സാണ്. ഒരു കുഴപ്പവുമില്ല എന്ന് കരുതി ധൈര്യമായി മുൻപോട്ട് പോയാൽ മതി. അപ്പോൾ അടുത്ത തവണ നിങ്ങൾ ഒരു മുറിയിൽ കയറി എന്തിനാ ഞാൻ ഇവിടെ വന്നതെന്ന് കൺഫ്യൂസ് ആയാൽ ഓർക്കുക, അത് നിങ്ങളുടെ ബ്രെയിൻ അതിന്റെ ജോലി ശരിയായി ചെയ്യുന്നു എന്നതിന്റെ ഒരു സൈനാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.